Hi guys, welcome to Binny's Kitchen. ഗായ്സ്, ഞാൻ ഇന്ന് പച്ചപ്പയറും ഓമയ്ക്ക തോരനും കൂടി വെക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ പച്ചപ്പയറൊന്ന് വേവിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. ഞാനിവിടെ തോരൻ വെക്കാൻ തേങ്ങ തിരുമ്മി വെച്ചു, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില. ഇവിടെ നമ്മുടെ പച്ചപ്പയർ വെന്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉണങ്ങിയ മുളക് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഞാൻ ചട്ടിക്കകത്ത് തോരൻ വെക്കുന്ന 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇടുവാണേ. ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഓമയ്ക്ക എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടുവാണേ. എല്ലാം കൂടി ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വച്ചിരിക്കുവാണേ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. വെന്ത് കഴിഞ്ഞ് നമുക്ക് പച്ചപ്പയർ ചേർക്കാമേ. നമ്മുടെ ഓമയ്ക്കകത്ത് ഒരു ആവി കയറിയിട്ടുണ്ട്. ഇനി ഞാൻ പച്ചപ്പയർ അതിനകത്തോട്ട് ഇടുവാന്നേ. അങ്ങനെ നമ്മുടെ പച്ചപ്പയറും ഓമയ്ക്കയും കൂടി ചേർത്തുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പച്ച ഓമയ്ക്കൊക്കെ തോരൻ ഉണ്ടാക്കി കഴിക്കണം. സൺഡേ സ്പെഷ്യൽ. ഞാൻ ഈ ഓമയ്ക്ക തോരൻ വെച്ചപ്പോൾ അതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല. വെള്ളം ചേർക്കാതാണ് വേവിച്ചത്. ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഓമയ്ക്ക പച്ചപ്പയർ തോരൻ. അടിപൊളി തേങ്ങ സമ്മന്തി, സാമ്പാർ, നമ്മുടെ തോരൻ അടിപൊളിയാണേ. നമ്മുടെ വീട്ടുകളിൽ മസ്റ്റായിട്ട് ഒരു ഓമച്ചെടി മസ്റ്റായിട്ട് വെക്കണം. സ്ഥലമുള്ളവർ വീട്ടിൽ മസ്റ്റായിട്ട് ഒരു ഓമച്ചെടി വെക്കണം. നല്ലതാണ് ഓമയ്ക്ക. യൂറിക് ആസിഡ് ഉള്ളവർക്കൊക്കെ, മുട്ടിന് വേദന, കാലിന് ജോയിൻസിന് വേദനയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പഴുത്ത പപ്പായ മസ്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം. Thanks for watching my video. Please like, share and subscribe my channel. Thank you.